ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ വന്ന അടിപൊളി സ്പെഷ്യൽ പെരിഞ്ചീരക പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പെരിഞ്ജീരകം കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ. അത് നമ്മൾ പെരിഞ്ജീരകം പൊടിക്കുന്നതിന് മുന്നേ എപ്പോഴും കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം വേണം പൊടിക്കാൻ. നമുക്കത് കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പച്ച കളർ അങ്ങനെ പോകുന്നത് കാണാം. ഇനി കഴുകി ഉണക്കാൻ സൗകര്യമില്ലാത്തവരാണെങ്കിൽ ചെറുതായിട്ട് നനവുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായതിനു ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പെരിഞ്ജീരകം നന്നായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ, ഹൈയിൽ ഒരിക്കലും ഇടരുത്. ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതൊന്ന് ചൂടായതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പാക്കറ്റ് പൊടിയല്ലേ വാങ്ങാറ്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് പൊടിച്ചുണ്ടാക്കുക നമ്മൾ ഇതുപോലുള്ള പൊടികൾ. ഇപ്പോൾ ഞാനൊന്ന് ചൂടായതിൻ്റെ ശേഷം ചെറിയൊരു പീസ് പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. പട്ട ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് തന്നെ വറുത്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുക്കാണ് കേട്ടോ. ചുക്കിൻ്റെ ചെറിയ പീസ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ചുക്ക ചേർത്തിട്ടുണ്ടെങ്കിൽ. ചുക്കും ഇതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുക കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്ന കറക്റ്റ് ഒരു കൊഴുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് മട്ട അരിയാണ് കേട്ടോ. മട്ട 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മട്ട അരി നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകരം അണ്ടിപ്പരിപ്പില്ലേ അതൊരു 10-12 നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേത് ചേർത്താലും കറികൾക്കൊക്കെ നല്ല കൊഴുപ്പ് കിട്ടും. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അരി ഇത് നമ്മൾ ചേർക്കുന്നതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് വേണം. ഉണക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഉണക്കിയെടുക്കുക. ഒക്കെ അല്ലെങ്കിൽ തുടച്ചെടുത്തിട്ട് വേണം നമ്മളതിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം കറിവേപ്പില നമ്മളെ ഹെൽത്തിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾ കറിയിൽ ഭക്ഷണത്തിലൊക്കെ ചേർത്ത് നമ്മളത് കഴിക്കാതെ നമ്മളത് എടുത്ത് കളയും. ഇതുപോലെ പൊടിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തേക്ക് അത് ചെല്ലും ചെയ്യും. കൊളസ്ട്രോൾ കുറയാനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ കറിവേപ്പില. അപ്പോൾ ഇതാകുമ്പോൾ പൊടി രൂപത്തിലാകുമ്പോൾ നമ്മളത് കഴിക്കുകയും ചെയ്യും. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ കറിവേപ്പിലൊക്കെ. ഈ കറിവേപ്പില ഇതിന് ഡ്രൈ ആണ് സ്റ്റേജ് പറഞ്ഞാൽ, വറുത്തതിൻ്റെ സ്റ്റേജ് പറഞ്ഞാൽ നമുക്ക് ഈ ഇതിലിട്ട് ഇലകളിൽ ആ ഇല നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ നമ്മൾ പൊടിയുന്ന രീതിയിലാവണം. അതുപോലെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇളക്കി നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതാ. ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നേരിടുമ്പോൾ ഇല പൊടിയെന്ന് കണ്ടില്ലേ, അതാണ് അതിൻ്റെ സ്റ്റേജ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടോ ഇതുപോലെ വറുത്തെടുക്കണം. ഞാൻ ഇളക്കി നിന്നതിൻ്റെ ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ നമ്മളെ പെരിഞ്ജീരകം കറക്റ്റ് ഇപ്പോൾ ഈ വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും വറുത്ത് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ അത്രയും സ്മെല്ലാണ് നമ്മൾ കറിയിൽ ചേർത്താണെങ്കിലും ബിരിയാണിയിലേക്കൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പെരിഞ്ജീരകം നമ്മൾ സാധാ പെരിഞ്ജീരകം വെറുതെ പൊടിച്ചിടുന്നതായിട്ട് എത്രയോ ടേസ്റ്റ് കൂടുതലാണ് ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ. ഞാനിതിൽ 7 ഗ്രാമ്പും കൂടി ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കട്ടായി പോയതാണ്. അപ്പോൾ ഇത് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ചൂടാറിന് ശേഷം മാത്രം നമ്മൾ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചാൽ നമുക്ക് കറികൾക്കും ബിരിയാണിക്കും ഒക്കെ ഉപയോഗിക്കാം. നല്ല ഫ്ലേവറാണ്. ഒരുപാട് മാസം നമുക്കത് ഉപയോഗിക്കാം. പുറത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ വറുത്തെടുക്കും വേണം. അതുപോലെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അധികം വെള്ളം നനവില്ലാതെ വേണം എടുക്കാൻ. ഇപ്പോൾ നമ്മളിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറാണെങ്കിൽ വെള്ളം നനവില്ലാതെ എല്ലാം തുടച്ചിട്ട് വേണം എടുക്കാൻ. ഇനി നമ്മൾ ഇവിടെ ചൂടാറാണ് വെച്ചിരിക്കും. ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ഈ പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലുള്ളതിനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ജാറിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പൊടിയെന്ന് വെച്ചാൽ അതിലിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡർ പോലെ തന്നെ ഇത് നമ്മളിവിടെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു പെരിഞ്ജീരകപ്പൊടിക്ക്. ഇപ്പോൾ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഇപ്പോൾ ഇതാ പൊടിച്ച് കണ്ട് ഇനിയിപ്പോൾ ഈ ജാറിൽ നമ്മൾ പൊടിച്ചെടുത്തതിൻ്റെ ഒരു ചൂടുണ്ടാവും, ഒരു ഇളം ചൂടുണ്ടാവും. അത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പേപ്പറിലാണെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചതിന് ശേഷം അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ചൂടാറിയിട്ട് നമ്മൾ ഏത് ബോട്ടിലാണോ ഇട്ട് വെക്കുന്നത് അതിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. ചൂട് കൊടുക്കുന്ന ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇപ്പോൾ ഈ ഗ്ലാസ് ജാറിലാണ് എപ്പോഴും പെരിഞ്ജീരകം പൊടി ഇതിലാണ് എപ്പോഴും ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഞാനിത് അതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ജാറിലാണ് കുപ്പിയിലെ ബോട്ടിലൊക്കെ നിങ്ങൾ ഇട്ട് വയ്ക്കുകയെന്ന് വെച്ചാൽ ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗ്ലാസ് ജാറാണെങ്കിലും എത്ര നല്ലതാണ്.
അപ്പോൾ നിങ്ങൾ ഏത് ബോട്ടിലാണെങ്കിലും അത് നനവില്ലാത്ത എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് മാസങ്ങളോളം ഉപയോഗിക്കാനുള്ളതുണ്ടാവും. ഞാൻ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ടാവും കേട്ടോ പെരുംജീരകം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്ത് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ ടേസ്റ്റുള്ള പെരുംജീരകം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.